നിലമ്പൂരിൽ യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലാണ് രൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. അവിടെ ഏകദേശം 17 നോമിനേഷനുകൾ ലഭിച്ചു. ഇനി സ്ക്രൂട്ടണിയൊക്കെ കഴിഞ്ഞ് എത്ര പേർ വരുമെന്ന് നമുക്ക് 5-ാം തീയതി കഴിഞ്ഞ് മാത്രമേ കൃത്യമായി അറിയാൻ പറ്റുകയുള്ളൂ. ഇനി അറിയേണ്ടത് ബി.ജെ.പിയുടെ നിലപാടാണ്. ബി.ജെ.പി എങ്ങനെയാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും അൻവറിന്റെയും ഒക്കെ കാര്യം, ഒരു പരിധിവരെ ലീഗിന്റെ കാര്യവുമൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു, വാർത്തയായി ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ബി.ജെ.പി പറയുന്നത് 1 രൂപ പോലും അധികം ചെലവഴിക്കില്ല. ഫണ്ട് അമിതമായി ഇറക്കി മുമ്പത്തെ പോലെ കെ സുരേന്ദ്രന്റെ കാലത്ത് നടത്തിയതുപോലുള്ള ഉപതെരഞ്ഞെടുപ്പ് മാമാങ്കങ്ങൾ നടത്താൻ ബി.ജെ.പി ഇല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻ പ്രേമം ആളിക്കത്തിക്കുക, ക്രിസ്ത്യാനികളോടുള്ള പ്രേമം, ബി.ജെ.പിയുടെ പ്രേമം ഇങ്ങനെ ആളിക്കത്തിച്ച് ക്രിസ്ത്യാനികളെ നിങ്ങൾ ഈ വഴി വരൂ, നിലമ്പൂരിലെ ക്രിസ്ത്യാനികളെ ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഏകരക്ഷ ബി.ജെ.പി മാർഗമാണ്, ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾ ഈ വഴി വരൂ, ഇതാണ് നിങ്ങളുടെ രക്ഷാമാർഗം എന്ന് ബി.ജെ.പി പ്രചരിപ്പിക്കും. അതിനാണ് മോഹൻ ജോർജിനെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മോഹൻ ജോർജിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം എന്ത് കൊടുക്കുന്നത്, പാർട്ടിയിലെ അംഗത്വം കൊടുത്ത് കൊണ്ടുവരുന്നത് ബി.ജെ.പി. രാജീവ് ചന്ദ്രശേഖർജി എന്ന് പറയുന്ന വ്യക്തി കോർപ്പറേറ്റ് ബുദ്ധിയാണ്, ആന ബുദ്ധിയാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം പാർട്ടി അംഗത്വം കൊടുത്തു. ആലോചിച്ച് നോക്കുക എന്തൊരു ബുദ്ധിയാണെന്ന്. എന്നിട്ട് പറഞ്ഞു സ്റ്റാർ നേതാക്കളാരും വരില്ല, മണ്ഡലത്തിലേക്ക് സ്റ്റാർ നേതാക്കളെ കൊണ്ടുവന്ന് ഒരുപാട് പൈസ ചെലവഴിച്ചുള്ള പ്രചരണമൊന്നും ഉണ്ടാകില്ല, അതിനൊന്നും ബി.ജെ.പിക്ക് താല്പര്യമില്ല. ഒരു പരിധിവരെ ബി.ജെ.പി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് തന്നെ കരുതിയതാണ്. പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനം രാജശേഖരൻ പറഞ്ഞു, നാണക്കേടാണ് മിസ്റ്റർ രാജീവ്, നിങ്ങൾ ഈ പറയുന്നത് പോലെ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറയും, പാർട്ടി വോട്ട് കച്ചവടം നടത്തി, പണ്ടേ ആ പേരുണ്ട്, ഇനി ആ പേരുദോഷം കൂടുകയുള്ളൂ, വോട്ട് കച്ചവടത്തിന് വേണ്ടി മത്സരിക്കാതിരുന്നു എന്ന് പറയും. BDJS പറഞ്ഞു, എടുക്കാച്ചരക്കെല്ലാം ഞങ്ങളുടെ തലയെ കെട്ടിവെച്ചിട്ട് ഞങ്ങളെ ആപത്തിലേക്ക് തള്ളിവിടാനുള്ള നീക്കമൊന്നും വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല മത്സരിക്കാൻ, ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടും ആളും ആരവമൊന്നും ഇപ്പോൾ ഇല്ല, ബി.ജെ.പി തന്നെ അങ്ങ് മത്സരിച്ചാൽ മതി എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും കൈകഴുകി ഒഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ആരെങ്കിലും വേണമല്ലോ, എന്നാ പിന്നെ ന്യൂനപക്ഷ പ്രേമം, ആരെ മത്സരിപ്പിക്കാമെന്ന് നോക്കിയപ്പോൾ നോക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോഴാണ് മോഹൻ ജോർജ്, ചുങ്കത്ര സ്വദേശിയായ മോഹൻ ജോർജ് നിപ്പുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരനാണ്. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കൂടെ പോരും. നേരെ ഒന്ന് സംസാരിച്ച് നോക്കി, സ്ഥാനാർത്ഥിത്വം തരാം, അത്യാവശ്യം കാശൊക്കെ വളയുന്ന പരിപാടിയാണ്, സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒന്ന് നിൽക്കുന്നോ, തീർച്ചയായിട്ടും നിൽക്കാമെന്ന് മോഹൻ ജോർജ് സമ്മതം മൂളുന്നു. ഉടനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഉടനെ അദ്ദേഹം ബി.ജെ.പി അംഗത്വവും സ്വീകരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഓൺലൈൻ വഴി നേരത്തെ അംഗത്വമൊക്കെ സ്വീകരിച്ചിരുന്നു എന്ന് 1-2 നുണയും കൂടി കാച്ചി കൊടുത്തു. എന്നിട്ട് വീഡിയോകൾ കണ്ടാൽ അറിയാം, ഒരു താല്പര്യവുമില്ലാതെ മലയാളത്തിൽ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, എന്തോ വിഴുങ്ങി അണ്ണാനെ പോലെ ഇങ്ങനെ മോഹൻ ജോർജ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അതുപോട്ടെ. എന്നിട്ട് ഇപ്പോൾ ബി.ജെ.പി പറയുന്ന ത്രിതല പഞ്ചായത്തിൽ 10,000 സീറ്റെങ്കിലും 10,000 സ്ഥലത്തെങ്കിലും ആളുകൾ വരണം, ആ മെമ്പേഴ്സ് ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ്. വികസിത കേരളം, വികസിത പഞ്ചായത്ത്, വികസിത ബി.ജെ.പി ആ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ കൂടുതൽ പ്രകടനമൊന്നും വേണ്ട, സ്റ്റാർ നേതാക്കളൊന്നും വരില്ല, വേണമെങ്കിൽ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ, രണ്ടും കേന്ദ്രമന്ത്രിമാരാണല്ലോ, അവരൊന്ന് വന്നും പോയൊക്കെ നിൽക്കും. 5-ാം തീയതിക്ക് ശേഷം 1-2 തവണ സുരേഷ് ഗോപി മണ്ഡലത്തിൽ വരും, ജോർജ് കുര്യൻ മണ്ഡലത്തിൽ വരും. പിന്നെ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയും തുഷാർ വെള്ളാപ്പള്ളിജിയും ഒക്കെ അവിടെ വന്നൊന്ന് പ്രസംഗിക്കും. പിന്നെ 1-2 നേതാക്കൾ, ന്യൂനപക്ഷ മോർച്ചയിലെ നേതാക്കളും ന്യൂനപക്ഷ ക്രൈസ്തവ മുഖമുള്ള ഷോൺ ജോർജും, പിന്നെ ഡോക്ടർ എം അബ്ദുൾ സലാം, പിന്നെ നോബിൾ മാത്യു, സുമിത് ജോർജ്, അങ്ങനെ തുടങ്ങിയ നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കണം. കഴിവിന്റെ പരമാവധി ക്രിസ്ത്യൻ വോട്ട് സ്വീകരിക്കണം. ഞാനൊന്ന് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ 2016 ഏകദേശം 12,000 വോട്ടോളം BDJS സ്ഥാനാർത്ഥി നേടി NDAക്ക് വേണ്ടി. അടുത്ത 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥി 8,555 വോട്ടുകൾ നേടി. ഇനി വയനാട് തെരഞ്ഞെടുപ്പ് വന്നു, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ തൊട്ടടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ നവ്യ ഹരിദാസിന് എത്ര വോട്ട് കിട്ടി? 13,555 വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു. 8,000-ൽ നിന്ന് 13,555 ആകുമ്പോൾ ഏകദേശം 6,000-ലധികം വോട്ടുകൾ കൂടുതൽ നേടി ബി.ജെ.പി. ഈ 13,555 വോട്ട് ബി.ജെ.പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഈ വോട്ടുകൾ ബി.ജെ.പി വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പൊ ഈ വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളതാണ് വലിയ ചിന്ത. യു.ഡി.എഫിലേക്ക് മറിച്ചു കൊടുത്തു എന്നാണ്
എന്താണ് ബി ജെ പിയുടെ തന്നെ നിരീക്ഷകനായ ആര് പറയുന്നത്, ഷാബു പ്രസാദ് എന്ന് പറയുന്ന നിരീക്ഷകൻ, ബി ജെ പിയുടെ അനുകൂല പോസ്റ്റൊക്കെ ഇടുന്ന ആൾ പറയുന്നത് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ചില ധാരണകളുണ്ട്, പിന്നെ ബി ജെ പിയും CPM തമ്മിൽ ധാരണയുണ്ട്. ഇത് UDF അടപടലം തോൽപ്പിക്കുന്ന ഇലക്ഷൻ ആയിരിക്കും. 2026 UDF എന്താണ് ശവമടക്ക് നടക്കും. അതുകൊണ്ട് നിലമ്പൂരിൽ UDF എന്താണ് അടപടലം തോറ്റ് തുന്നം പാടുമെന്നാണ് BJP നിരീക്ഷകർ തന്നെ പറയുന്നത്. ഇവിടെ ഇപ്പോഴേ M സ്വരാജ് ജയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് BJP മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ക്രൈസ്തവ വോട്ടുകൾ എന്താണ് UDF പോകുമായിരിക്കാം. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ UDF പോയത് കൊണ്ട് കാര്യമില്ല. കൂടുതൽ വോട്ടും LDF തന്നെ ലഭിക്കും. BJP വിചാരിക്കുന്നത് പോലെ BJPക്ക് ഈ 13,555 വോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. ആ വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം ആ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി BJP ഒരു പണിയും ചെയ്യില്ല, ഓവർ ടൈം പണിയൊന്നും ചെയ്യില്ല, ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രവർത്തനമൊന്നുമില്ല, വലിയ ഫണ്ട് ഇറക്കിയുള്ള ആഡംബര പ്രചരണങ്ങളൊന്നുമില്ല. ക്രിസ്ത്യാനികളെ മാക്സിമം ക്യാമ്പയിൻ ചെയ്ത് ക്രിസ്ത്യാനികൾ മലയോര മേഖലയിലെ വിഷയങ്ങൾ, മോദിജി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ധരിപ്പിക്കുക, BJP ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് ധരിപ്പിക്കുക, അവരുടെ മാക്സിമം വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഷോൺ ജോർജിനെ ചുമതല ഏൽപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ ഒക്കെ മാറി നിന്ന് ഈ ഇലക്ഷനെ നേരിടുന്ന ഒരു തരത്തിലേക്ക് BJP മാറുകയാണ്. ഇതുകൊണ്ട് മാത്രം തന്നെ ഈ 13,555 വോട്ടുകൾ ആർക്ക് പോകും, അവിടെയാണ് ജയം വരുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ വോട്ടുകൾ UDF പോകുമെന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. VD സതീശനും മറ്റ് നേതാക്കളുമൊക്കെ പലതരത്തിൽ BJPയുടെ ചെറുകിട നേതാക്കളെ വശത്താക്കിയിട്ടുണ്ട്. ഈ വോട്ടുകളൊക്കെ അവർക്ക് ലഭിക്കണം. എല്ലാ വോട്ടുകളും BJPക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള വോട്ടുകളൊക്കെ UDF ലഭിക്കണം. കാരണം PV അൻവർ പിണങ്ങിപ്പോയി, മറ്റ് പല ആളുകളും അകന്നു മാറി നിൽക്കുന്നു. അപ്പോൾ UDF ഇവിടെ നിലമ്പൂരിലെ വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് BJP വോട്ടുകൾ UDF ലഭിക്കണം. അതിനുള്ള എന്ത് കച്ചവടത്തിനും തയ്യാറായി VD സതീശൻ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുറവുമില്ലാതെ BJPയെ സഹായിക്കാൻ UDF തയ്യാറാണ്. മറ്റ് മേഖലകളിൽ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ UDF BJPയെ സഹായിക്കും, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. പക്ഷെ നിലമ്പൂരിൽ BJP സഹായിക്കണമെന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് മറപിടിക്കാൻ ഈ നിരീക്ഷകരെ കൊണ്ട് അവിടെ സ്വരാജ് ജയിക്കുമെന്ന വ്യാജ പ്രചരണവും BJP ഒരു വഴിയിലൂടെ നടത്തുന്നുണ്ട്. അതൊക്കെ ഈ കോർപ്പറേറ്റ് തന്ത്രങ്ങളുടെ ഭാഗമായി നടക്കുന്ന പ്രചരണമാണ്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവം, പണം ഇറക്കില്ല, ഞങ്ങൾ അധികം പ്രചരണം നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപരിപ്ലവമായി അങ്ങനെ പറയുകയും അണ്ടർഗ്രൗണ്ടിൽ വോട്ട് കൃത്യമായി UDF മറിച്ചു കൊടുക്കാനുള്ള ശ്രമം BJP നടത്തുകയും ചെയ്യുന്നുണ്ട്.